മമ്മൂട്ടി വയനാട്ടിൽ പോയതോടെ ലോകത്തിനു മുമ്പിൽ ടൗൺഷിപ്പ് പദ്ധതി കൂടുതൽ ശ്രദ്ധ നേടി. സൈബർ ആക്രമണത്തെ തള്ളി മന്ത്രി പി രാജീവ്. അല്ല, മന്ത്രിക്ക് വേറെ മാർഗമൊന്നും ഇല്ലല്ലോ, സൈബർ ആക്രമണത്തെ തള്ളിയേ പറ്റുള്ളൂ. പുള്ളി അങ്ങ് തള്ളി. പക്ഷേ സൈബർ ആക്രമണത്തെ പുള്ളി തള്ളിയാലും മമ്മൂക്കെ പുള്ളി ഒരിക്കലും തള്ളാൻ നിൽക്കത്തില്ല. അത് ആ റൂട്ട് നിങ്ങൾക്ക് അറിയാലോ, കൂടുതലും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ തൊട്ട് മമ്മൂട്ടി 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 മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം, മമ്മൂട്ടിയുടെ വീടിന് നേരെ കല്ലെറിയണം, ഓടിക്കണം പുള്ളിയെ, എന്തൊക്കെയാടേ. കുറേ ആളുകൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു, ബ്രോ നിങ്ങൾ പറയൂ, നിങ്ങൾ ആരുടെ സൈഡിലാണ്? പാർട്ടിയുടെ കൂടെയാണോ മമ്മൂട്ടിയുടെ കൂടെയാണോ? ഞാൻ പറഞ്ഞു, ഞാൻ അത് നാളെ ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറയാം മക്കളെ എന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഈ വീഡിയോ. തുടക്കത്തിൽ തന്നെ ആ ചോദിച്ചവർക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. മൊത്തത്തിൽ അങ്ങോട്ട് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് തലയിലെടുത്ത് വെച്ച് ഡാൻസ് കളിക്കാൻ ഞാനില്ല. മമ്മൂട്ടി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 100% ഞാൻ മമ്മൂട്ടിയുടെ കൂടെ തന്നെയാണ്. എന്നാൽ ഇന്നലെ ടൗൺഷിപ്പിൽ നിന്നിട്ട് മമ്മൂക്ക കുറച്ച് ഷോ ഓഫ് ഇറക്കി. ആ ഷോ ഓഫിനോട് സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല. മനസ്സിലായില്ലേ? അത് സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി പുള്ളി ആരെയും അറിയിക്കാതെ അവിടെ പെട്ടെന്ന് വന്ന് അങ്ങ് ജസ്റ്റ് ഒന്നൊരു വിസിറ്റ് നടത്തി പോവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ ഉള്ള ചില ആളുകളോട് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നു എന്ന്. അല്ലാതെ പെട്ടെന്നുള്ളൊരു വിസിറ്റ് അല്ലായിരുന്നു. അവിടെ വേറെയും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയതിന് ശേഷമാണ് മമ്മൂട്ടി അങ്ങോട്ട് പ്രവേശിക്കുന്നത്. മമ്മൂട്ടി അവിടെ 1-2 പേരോട് പറഞ്ഞുകൊണ്ട് തന്നെ അതവിടെ കരക്കമ്പിയായിട്ട് അങ്ങ് പാട്ടായി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് വന്നു. ഒരു ക്രൗഡ്, ആ ക്രൗഡിലേക്ക് മമ്മൂട്ടി ഇറങ്ങി ചെല്ലുമ്പോൾ മമ്മൂട്ടി കൂടെ നിൽക്കുന്ന ആൾക്കാരോട് മാറി നിൽക്കടാ, എൻ്റെ കൂടെ നീ ഇങ്ങനെ നിൽക്കല്ലേ, അങ്ങോട്ട് മാറി നിൽക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ, ആ പറഞ്ഞത് ശരിയല്ല. അത് ഒരു പാർട്ടിയിലുള്ള ചില നേതാക്കന്മാരാണെങ്കിൽ പോലും അവരവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ആ ക്രൗഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അവരും കൂടെ ഇല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ മമ്മൂട്ടി അങ്ങോട്ട് പൊതിയും. ലാസ്റ്റ് മമ്മൂട്ടിക്ക് അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? ആ ഒരു അവസ്ഥ വരും. സോ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വേണം. പാർട്ടി ആ ഒരു കാര്യം അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് പാർട്ടിയിലെ ചില ആളുകൾ തന്നെ മമ്മൂട്ടിയുടെ കൂടെ എപ്പോഴും നിന്നു. ഉടനെ അവരോട് നിങ്ങൾ അങ്ങോട്ട് മാറിയുന്നേ, നിങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതായിരിക്കും എന്ന് നാട്ടുകാർ വിചാരിക്കും. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരെന്താന്ന് വെച്ചാൽ വിചാരിക്കട്ടെ. മമ്മൂക്ക, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നാട്ടുകാർക്കറിയാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു പാർട്ടിയോട് താല്പര്യം ഇല്ലെങ്കിൽ അത് പൊതുവായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. എനിക്കൊരു താല്പര്യവും ഇല്ല. അത് പറയാതെ തന്നെ നിങ്ങൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം എവിടെയോ മമ്മൂക്ക ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മമ്മൂക്കയ്ക്ക് എന്തോ പാർട്ടിയോട് അല്ലെങ്കിൽ പാർട്ടിയുടെ ചില നിലപാടുകളോട് ഇപ്പോൾ അത്ര യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഒരിച്ചിരി ഗ്യാപ്പ് ഇട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണോ എന്നുള്ളൊരു സംശയം. ഇനി നമുക്ക് വൃത്തിയായിട്ട് ക്ലിപ്പുകളിലേക്ക് പോവാം. ഏത് ക്ലിപ്പുകൾ? വീഡിയോ ക്ലിപ്പുകളിലേക്ക്. എന്നിട്ട് ബാക്കി സംസാരിക്കാം. ആദ്യമേ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്, ഇന്നൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് മമ്മൂക്ക ഇന്നലെ പറഞ്ഞ കാര്യം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ. മാധ്യമങ്ങളോട് പറഞ്ഞതല്ല, അതിന് മുമ്പ് ഇതൊന്ന് കണ്ടോ നിങ്ങൾ? കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല് എന്റെ കൂടെ എന്തിനാ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? അങ്ങോട്ട് മാറിയുന്നേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാന്ന് വിചാരിക്കത്തില്ലേ? മമ്മൂക്ക, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ഡയലോഗ് അവിടെ ഇന്ന് പറയാൻ പോയത്? നിങ്ങളൊരു പാർട്ടിക്കും വേണ്ടി വന്നതല്ല. അത് ഇന്നലെ ചാനലുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം അറിഞ്ഞതുമാണ്. പിന്നെ നിങ്ങളവിടെ വരുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കണ്ടേ? നിങ്ങളൊരു സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഓക്കെ, ഈ പാർട്ടിക്കാരെ ഓരോരുത്തരും കാണത്തില്ല, കാരണം അവിടെ തിക്കും തിരക്കൊന്നും വരത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു നടനാണ്, 10 പേർക്ക് നിങ്ങളെ അറിയാം. നിങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു, സെൽഫി എടുക്കാനും അത് ഇതെന്ന് പറഞ്ഞ്. ആ ക്രൗഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യണ്ടേ? അവരതേ ചെയ്യുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ അടുത്ത് വന്ന് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? സാധാ അണികളല്ലാതെ ബാക്കിയുള്ള ആളുകളും ഇച്ചിരി അംഗത്വമൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇച്ചിരി അംഗത്വം എന്ന് പറയുന്നില്ല, ഇച്ചിരി ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയൊക്കെ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനൊരു
ഡയലോഗടിയുടെ ആവശ്യമില്ലായിരുന്നു. അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതും ഞാൻ ചെയ്യും. ദാ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോണേ. 100ൽ 101% ശരിയാണ് എന്നേ ഞാൻ പറയുള്ളൂ. കേട്ടോ നിങ്ങൾ. മമ്മൂട്ടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വയനാട് സർക്കാരിന്റെ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ വേണ്ടി മമ്മൂട്ടി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് വയനാട് ടൗൺഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള സർക്കാർ ടൗൺഷിപ്പ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ആവശ്യമുള്ളത്. ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നവരുണ്ട്, ഇത് മൂന്നും കിട്ടുന്നവരുണ്ട്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം, ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കി ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ ഒരു എന്താ പറയുക. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. ബാക്കി ഒരു മെയിൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും നിങ്ങൾ കേട്ടതിനകത്ത് മമ്മൂക്ക പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പൈസയാ, സർക്കാരുടെ എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനല്ല പറയേണ്ടത്. ജനങ്ങൾ വെച്ച് കൊടുത്ത വീടാണ്. മനസ്സിലായില്ലേ? ആ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് തന്നെ എന്തോരം ആളുകൾ, എന്തോരം സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ചു. ഇതിനകത്തുനിന്നൊന്നും സർക്കാരുണ്ടല്ലോ കൈയിട്ട് വാരിയതേ കാണുള്ളൂ, അല്ലാതെ അങ്ങോട്ടേക്കൊന്നും കയ്യിൽ നിന്ന് ഒരു മന്ത്രിയും ഇട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ജനങ്ങളുടെയാണത്. മമ്മൂക്ക ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അതേപോലെ തന്നെ വേറൊരു സാധനം കൂടെയും പുള്ളി പറഞ്ഞു, ഇനിയൊരു ഭരണം, അതാണ് ഉദ്ദേശിച്ചത്. ഇനിയൊരു ഭരണം, അതൊന്നും നമുക്ക് അറിയാൻ പാടുകയല്ല. ഏത് ഇതിനകത്തു തന്നെ മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം നേരത്തെ ആ ഒരു വ്യക്തിയോടാണെങ്കിൽ പോലും മമ്മൂക്ക അങ്ങനെ സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നത്. പിടികിട്ടിയോ? കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഭരണത്തിൽ പുള്ളിയും അസംതൃപ്തനായിരിക്കാം. പിടികിട്ടിയോ? അതുകൊണ്ടാണ് പുള്ളി പറയുന്നത്, ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ചൂരൽമലക്കാർക്ക് കുറേ വീട് അങ്ങോട്ട് വെച്ചു കൊടുത്തെന്നും പറഞ്ഞ് വീണ്ടും ഭരണത്തിൽ വരണം, അതൊന്നും ഇല്ല. അത് പ്രതീക്ഷിക്കേണ്ട കേട്ടോ, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. സത്യമല്ലേ പുള്ളി പറഞ്ഞത്? അതൊന്നും പോയി. ഇനിയൊരു ഭരണം, അത് സ്വപ്നങ്ങളിൽ ഇപ്പം എന്തായാലും പ്രതീക്ഷിക്കേണ്ട. വർഷങ്ങൾക്ക് ശേഷം ചിലപ്പം വന്നേക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു തവണ നടക്കുകയില്ല. അതിനുവേണ്ടി പിണുമാവൻ ഇനി എന്തൊക്കെ കിടന്ന് കുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും നടക്കുകയില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിടികിട്ടിയോ? കമ്മ്യൂണിസം അതെന്നും ഉള്ളിലുണ്ട്. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം യോജിക്കാൻ പറ്റില്ല. മമ്മൂക്ക തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയും വരുമോ അതൊന്നും എനിക്കറിയാൻ പാടുകയില്ലേ. അതുകൂടാതെ സർക്കാരുടെ അല്ല, ജനങ്ങളുടെ പണം അങ്ങനെ വേണം. പുള്ളി ആ പറഞ്ഞ പോയിന്റ്, പുള്ളി ചൂണ്ടിക്കാണിച്ച പോയിന്റ് 100% കറക്റ്റാണ്. നമ്മുടെ പണമാണ്. പിടികിട്ടിയോ? അല്ല സർക്കാരിൻ്റെ ഖജനാവ്, സർക്കാരിൻ്റെ ഈ ഖജനാവിലെ കാശ് ഇതെല്ലാം നമ്മുടെ ഇന്ന് പല രീതിയിൽ മേടിച്ചെടുത്തിട്ട് നമ്മളെ കാണുമ്പോൾ കൊഞ്ഞണം കുത്തി കാണിക്കുന്നതല്ലേ. ഇവിടുത്തെ ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടി ഭരണത്ത് വന്നു കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാർ എന്നും നമ്മളോട് ചെയ്തിട്ടുള്ളത്. ചിലരുണ്ട്, നല്ലവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവരും മറ്റേ നല്ല കുഞ്ഞുങ്ങളാണെന്നൊന്നും പറഞ്ഞ് കളഞ്ഞേക്കല്ലേ. ബാക്കി ഒരു ചെറിയ സാധനം കൂടെ കേൾക്കാനുണ്ട്, ഇതും കൂടെ കേട്ടോ. സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. വലിയ ദുരന്തമായിരുന്നല്ലോ വയനാട് നേരിട്ടത്. അതിന് വലിയൊരു ആശ്വാസമാണല്ലേ, അവരെ ചേർത്ത് പിടിക്കുന്നതിന്റെ തെളിവാണല്ലോ. എന്താ ഒരു ഫോണുമായിട്ട് ഫോണിലാണോ? ഓക്കെ, ഫോണിലാണെങ്കിൽ മറുപടി പറയാൻ ഞാനില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അത് ആർക്കിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഓൺലൈൻ മീഡിയക്കാരോട് സംസാരിക്കാൻ മമ്മൂക്കയ്ക്ക് ഇഷ്ടമല്ല. അത് നേരത്തെയും പല സ്ഥലത്ത് പുള്ളി അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്തൊരിക്കലും മമ്മൂക്കയെ കുറ്റം പറയാൻ ഞാൻ നിൽക്കുന്നില്ല. പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിയുടെ പേഴ്സണൽ ചോയ്സാണത്. പുള്ളി ആർക്ക് മുന്നിൽ സംസാരിക്കണമെന്നുള്ളത്. വലിയ ക്യാമറയും കൊണ്ട് വരുന്ന മീഡിയക്കാർക്ക് മുമ്പിൽ വേണോ, ചെറിയ ക്യാമറയും കൊണ്ട് വരുന്ന ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ വേണോ, അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം.
പക്ഷെ മമ്മൂക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാരെ കാട്ടിലും വേന്ദ്രന്മാരാണേ നമ്മുടെ മീഡിയക്കാർ. മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനലുകൾ, അത് മമ്മൂക്കയ്ക്ക് അറിയാമായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഡയലോഗ്, ഞാൻ പറഞ്ഞല്ലോ, അത് പുള്ളിയുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അതിനകത്തോട്ട് കൈയിടാൻ ഞാൻ നിൽക്കുന്നില്ല. ഇനി ഇന്ന് രാവിലെ കുറച്ച് മുമ്പ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പ് വന്നൊരു വാർത്തയുണ്ട്. നമുക്കിനി അതിലേക്ക് പോകാം. മമ്മൂക്കയ്ക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് അത് കുറച്ച് രൂക്ഷമാണിപ്പോൾ. പ്രത്യേകിച്ച് മമ്മൂക്ക ഇന്നലെ കാണിച്ച ആ ഒരു ഷോ തന്നെ ആടി, മനസ്സിലായോ? അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ മമ്മൂക്ക വരുമ്പോൾ മമ്മൂക്ക പേഴ്സണലായിട്ട് ഒരു 2-3 പേരെ കൊണ്ടുവരണമായിരുന്നു, ആ ക്രൗഡൊന്ന് മമ്മൂട്ടിയുടെ അടുക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. ഇതൊന്നുമില്ലാതെ നേരെ കയറി വന്ന് അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ അണികളോ ഒന്ന് സഹായിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോൾ കടക്കടാ പുറത്ത് മമ്മൂക്ക പിണുമാവിന് പഠിക്കുവാണോ? മാറടാ അവിടുന്ന് ആണോ? അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം മമ്മൂസേ, ആ പരിപാടിയോടൊന്നും യോജിക്കാൻ നടക്കുന്ന കാര്യമല്ല കേട്ടോ, നടക്കുന്ന കാര്യമല്ല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. എന്താണെങ്കിലും കുറച്ച് മുമ്പ് വന്ന വാർത്ത, നമുക്കിനി അതിലേക്കൊന്ന് പോവാം. സ്വകാര്യ സന്ദർശനം എന്ന ലക്ഷ്യത്തോടെ മാധ്യമങ്ങളെ പോലും അറിയിക്കാതെയാണ് അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി അവിടെ എത്തിയത്. CPM നേതാക്കൾ തുടർച്ചയായി അനുഗമിക്കുകയും ജനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തതോടെയാണ് മമ്മൂട്ടി നിവൃത്തിയില്ലാതെ അല്പം അസ്വസ്ഥനായി CPM ജില്ലാ സെക്രട്ടറിയോട് അല്പം മാറി നിൽക്കൂ, എപ്പോഴും എൻ്റെ കൂടെ നടക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നതാണ് എന്ന് കരുതും എന്ന് പറയേണ്ടി വന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. PG, യഥാർത്ഥത്തിൽ ചെന്നൈയിലായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നത്. ഏതെങ്കിലും സിനിമാ ചിത്രീകരണത്തിന് അദ്ദേഹത്തിന് വേണ്ടി വന്നതല്ല, കാരണം അങ്ങനെയും കരുതിയിരുന്നു. പക്ഷേ ഈ ടൗൺഷിപ്പ് സന്ദർശിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി തികച്ചും സ്വകാര്യമായ ഒരു സന്ദർശനമാണ് മമ്മൂട്ടി ആഗ്രഹിച്ചത്. ഞാൻ എനിക്ക് പിന്നിൽ കാണുന്ന വീട്ടിൽ മമ്മൂട്ടി എത്തുകയും അവിടേക്ക് സന്ദർശനം നടത്തുകയും ചെയ്തു. ആ സമയത്തിന് മമ്മൂട്ടി വരുന്നതിന് തൊട്ട് മുൻപ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു, മാധ്യമങ്ങളുണ്ടായിരുന്നു, വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഒഴിയുന്നതിന് വേണ്ടി മമ്മൂട്ടി അല്പം കാത്തു നിൽക്കുക പോലും ചെയ്തു. ഇതിന് പുറത്ത് അതാരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ, ഒരാളോടും ഇങ്ങോട്ടേക്ക് വരാൻ, തൻ്റെ ഒപ്പം വരാനൊന്നും ആവശ്യപ്പെടാതെ തികച്ചും പൂർണ്ണമായി ഒരു സ്വകാര്യ സന്ദർശനത്തിലാണ് മമ്മൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ മമ്മൂട്ടി ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വഴിയൊക്കെ ആയിരിക്കണം മമ്മൂട്ടി വരുന്ന കാര്യം അറിഞ്ഞു. അപ്പോൾ CPM നേതാക്കൾ, CPM ജനറൽ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി, അല്ല, മമ്മൂക്ക പുറത്ത് വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പറയുന്നുണ്ട് ആരെ അറിയിക്കാതെ, ആരും അറിയാതെയൊക്കെയാണ് വന്നതെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, അകത്തുള്ള ചില ഉദ്യോഗസ്ഥന്മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവർക്ക് അറിയായിരുന്നു, അവരുടെ നിന്ന് പുറത്തേക്ക് പോയി കരക്കമ്പി പറന്ന് പന്തലിച്ചു, അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? സോ അല്ലെങ്കിൽ പുള്ളി എങ്ങനെ, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെ പോയി ഇറങ്ങിയാലും 10 പേര് കൂടുമെന്നറിയാം. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയക്കാരോ വേറെ ആരും വേണ്ടായിരുന്നെങ്കിൽ, ബോഡി ഗാർഡ്സ് ഒന്നും വേണ്ട, ബോഡി ഗാർഡ്സിന് മമ്മൂക്കന് ഇല്ല, ഓക്കെ. അപ്പോൾ ഒന്നും ആരുമില്ലാതെ ഇങ്ങനെ വന്നൊരു സ്ഥലം, അതും ടൗൺഷിപ്പിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ, ആൾക്കാർ കൂടും. അപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടേ? ജില്ലാ പ്രസിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയൊക്കെ പോയി കീഴേ അങ്ങ് നിന്നു. എന്നിട്ട് പുള്ളി അവിടെ നിന്ന്, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ, പുള്ളിയൊക്കെ പറയുന്നുണ്ട് മാറി നിൽക്ക്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയാനില്ലെങ്കിൽ മമ്മൂക്ക എങ്ങനെ സന്ദർശനം നടത്തി തിരിച്ച് നീറ്റായിട്ട് അങ്ങ് വീട്ടിൽ ചെന്നേനെ? എന്തോ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. വാട്ടവർ, മമ്മൂക്കയുടെ ഒരു ഒരു പേഴ്സണൽ കാര്യമായിരുന്നു എങ്കിൽ അതിനെ അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് വരണമായിരുന്നു. മമ്മൂക്ക തന്നെ 1-2 പേരെ, ആൾക്കാർ കൂടും, എന്താണെങ്കിലും ആൾക്കാർ കൂടും. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ മമ്മൂക്ക തന്നെ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നേതാവിനെയും ജില്ലാ പ്രസിഡന്റിനെയും എല്ലാത്തിനെയും മാറ്റി അങ്ങോട്ട് നിർത്തായിരുന്നു. ബാക്കി സെക്രട്ടറി റഫീഖ് ഉൾപ്പെടെയുള്ളവരും ഇങ്ങോട്ടേക്ക് എത്തുകയും മമ്മൂട്ടിയോടൊപ്പം ചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ മമ്മൂട്ടിക്ക് വഴിയൊരുക്കാനും മറ്റുമായി ആളുകളെ നിയന്ത്രിക്കുന്നത് CPM നേതാക്കൾ ഏറ്റെടുക്കുന്നതുണ്ടായി. അതോടൊപ്പം തന്നെ മമ്മൂട്ടി ഈ കാണുന്ന വീട്ടിലേക്ക് കയറുകയും ആളുകളോടൊക്കെ സംസാരിക്കുകയും മറ്റും ചെയ്തു. വലിയൊരു ആൾക്കൂട്ടം അപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ടൗൺഷിപ്പ് സന്ദർശിക്കാനും മറ്റുമായി അവധി ദിവസമായതിനാൽ തന്നെ നിരവധി ആളുകൾ എത്തുന്നത് പതിവാണ്. അങ്ങനെ ആ ആളുകളൊക്കെ മമ്മൂട്ടിയെ കാണാൻ തടിച്ചുകൂടി, ഇവിടുത്തെ ജോലിക്കാരെല്ലാവരും തടിച്ചുകൂടി. അപ്പോഴേക്ക് ഈ ആളുകളെ നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തം CPM നേതാക്കൾ, CPM ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ DYFI നേതാക്കളും ഒക്കെ ഏറ്റെടുക്കുന്നതായി കാഴ്ചയായി. ഒരു പാർട്ടി പരിപാടി പോലെ പെട്ടെന്നത് മാറിയത് തീർച്ചയായും മമ്മൂട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം മമ്മൂട്ടി പോകുന്ന വഴിയിലൊക്കെയും, മമ്മൂട്ടിക്ക് വീട്ടിൽ കയറിയപ്പോഴും അവിടെ മുകളിൽ ആളുകളെ കണ്ട് അഭിവാദ്യം അർപ്പിക്കുമ്പോഴും ഒക്കെയും CPM ജില്ലാ സെക്രട്ടറി ഒപ്പം ചേർന്ന് നിൽക്കുകയും മറ്റും ചെയ്തു. അങ്ങനെ ഒരു പാർട്ടി പരിപാടി പോലെയായി മാറിയതാണ് സത്യത്തിൽ മമ്മൂട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത്, അതൃപ്തി ഉണ്ടാക്കിയത്. അങ്ങനെ നിവൃത്തിയില്ലാതെയാണ് മമ്മൂട്ടി പറഞ്ഞത്, അല്പം മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വന്നതായി, നിങ്ങൾ പറഞ്ഞിട്ട് വന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വന്നതായിട്ടോ തോന്നും എന്ന് മമ്മൂട്ടി പറയുകയും ചെയ്തത്. പക്ഷേ എന്തായാലും ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത്. കാരണം മമ്മൂട്ടി പറഞ്ഞത് ജനങ്ങളുടെ ടൗൺഷിപ്പാണ് എന്നതാണ്. സർക്കാരിൻ്റെതാണോ, സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാകും എന്നൊക്കെ ചോദ്യം. ഓക്കെ, മതി, അതൊക്കെ നമുക്ക് മനസ്സിലാവും ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
മമ്മൂക്ക ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇത് സർക്കാരിൻ്റെ സ്വന്തം ഒന്നും പറയണ്ട, ജനങ്ങളുടെ സ്വന്തം അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് മമ്മൂക്ക അവിടെ ഇന്ന് ഒരാളോട് ചൂടാവണോ, അല്ലെങ്കിൽ ചൂടാവുകയല്ല, ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ മനസ്സിലായോ, മമ്മൂക്ക തന്നെ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണമായിരുന്നു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ ആൾക്കാരെ. അതൊന്നും ഇല്ലാതെ ആ കാണിച്ചതിനോട് എനിക്കൊരു രീതിയിലും യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.